ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജൂൺ 16 മുതൽ 22 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം നന്നായിരിക്കും. മനസ്സമാധാനവും സന്തോഷവും ലഭിക്കും. ആരോഗ്യനില മെച്ചമായിരിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ഗൃഹസംബന്ധമായിട്ടുള്ള ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും മനസ്സന്തോഷവും അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവെ ഈ വാരം നല്ലതാണ്. ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 ആഴ്ചയോട് ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് പൊതുവെ ഈ വാരം സാമ്പത്തിക നില മെച്ചമായിരിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അല്പമാത്രയിൽ അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ചെറിയ ചെറിയ മനസ്സമാധാനക്കുറവോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒഴിച്ചാൽ പൊതുവെ ഈ വാരം നന്നായിരിക്കും. മിഥുനരാശി മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ആരോഗ്യനില മെച്ചമായിരിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയ സാധ്യത ഉണ്ടാവും. അന്യദേശവാസത്തിനും യോഗം ഉണ്ടാവും. കർക്കിടകരാശി പുണർത്തിൻ്റെ അവസാനത്തെ 15 ആഴ്ചയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടകരാശി. കർക്കിടകരാശിക്കാർക്ക് ഈ വാരം ശാരീരികമായിട്ട് ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചെലവുകൾ വർദ്ധിക്കും. ഉന്നത വിദ്യയ്ക്ക് തടസ്സം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പിതൃഗുണവും പിതൃസമ്പത്തിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഈ വാരത്തിൽ മാറിക്കിട്ടും. നയനരോഗം പ്രത്യേകിച്ച് കണ്ണിന് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരാതെയും കഫരോഗാദികൾ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരമായിട്ട് ശിവപ്രീതി വരുത്തുക. ശാസ്താക്ഷേത്രത്തിൽ പോവുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ചിങ്ങരാശി മകം പൂരം ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം കർമ്മസംബന്ധമായിട്ട് ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ വാരത്തിൽ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കലാപരമായി ബന്ധപ്പെടുത്തൽ ചെയ്യുന്നവർക്ക് തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ഭാഗ്യപുഷ്ടി പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ വിഷമങ്ങളോ തൊഴിൽപരമായിട്ട് അനുഭവപ്പെടുമെങ്കിലും അതെല്ലാം അതിജീവിക്കാൻ സാധിക്കും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരു നല്ല വാരമായിരിക്കും ഈ വാരം. കന്നിരാശി ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 ആഴ്ചയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വാരം ആരോഗ്യപരമായിട്ട് നന്നായിരിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ഗൃഹവാഹനാദി ഗുണം അനുഭവപ്പെടും. സന്താനങ്ങളാൽ നേട്ടങ്ങളൊക്കെ അനുഭവപ്പെടും. ഭാഗ്യപുഷ്ടിയും ഉണ്ടാകും. പൊതുവെ ഈ വാരം കർമ്മസംബന്ധമായിട്ടും നല്ല സമയമാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. തുലാരാശി ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോദ്യവും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് ഈ വാരം ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ആരോഗ്യപരമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ചെലവുകൾ നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ശാരീരിക ക്ലേശങ്ങളോ അല്ലെങ്കിൽ അധിക ചെലവുകളൊക്കെ അനുഭവപ്പെടും. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും.
ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ തടസ്സങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ശാരീരിക ക്ലേശങ്ങളോ ഒഴിച്ചാൽ ഈ വാരം നല്ലതാണ്. വൃശ്ചിക രാശി വിശാഖത്തിൻ്റെ അവസാനത്തെ 15 അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചിക രാശി. വൃശ്ചിക രാശിക്കാർക്ക് സന്താനങ്ങളെ വിട്ടു നിൽക്കേണ്ട അവസ്ഥകളോ സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവോ പ്രയാസങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാകും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. തൊഴിൽപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുവെ ഈ വാരം ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. പ്രമോഷനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് അലർജി സംബന്ധമായിട്ടുള്ള അസുഖത്തിന് സാധ്യതയുണ്ട്. ദാമ്പത്യമായിട്ട് ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപ പിടിവാശം കഴിയുന്ന കുറയ്ക്കണം. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാകും. ചെറിയ രീതിയിൽ ശാരീരികമായിട്ട് നടുവേദനയും കാലുവേദനയും വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. വിഷ്ണുവിൻ്റെ പാൽപ്പായസം കഴിപ്പിക്കുക. തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നതോ തുലാഭാരം നടത്തുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കും. മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴി കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അരിഷ്ടതയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക നില മെച്ചമായിരിക്കും. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പൊതുവെ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാകും. കേസ് വഴക്കുകളോ ശത്രുതകളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. ആഗ്രഹ സാഫല്യം ഉണ്ടാകും. വളരെ ആളുകളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും നടക്കാനുള്ള സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം നല്ലതാണ്. കുംഭരാശി അവിടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ വാരം ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും മനസ്സന്തോഷവും പ്രതീക്ഷിക്കാം. ഏഴരശ്ശിനി കാലമാണെങ്കിലും കുറച്ചൊരു മാറ്റം ഉണ്ടാകും. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. സന്താനങ്ങളെ വിട്ടു നിൽക്കേണ്ട അവസ്ഥകളുണ്ടാവും. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും മനസ്സമാധാനക്കുറവോ വിഷമങ്ങളോ ദാമ്പത്യ സുഖക്കുറവോ അനുഭവപ്പെടും. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. വിഷ്ണുവിൻ്റെ പാൽപ്പായസം കഴിപ്പിക്കുക. തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. മീനൻ രാശി പൂരിട്ടായുടെ അവസാനത്തെ 15 കഴിഞ്ഞ് ഉത്രട്ടായ രേവതിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് പൊതുവെ ഈ വാരം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതകളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് ഈ വാരത്തിൽ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാകും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഏഴരശ്ശിനി കാലമായതുകൊണ്ട് വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനിയിൽ നിന്നും ഗുണാനുഭവങ്ങളൊക്കെ ഈ വാരത്തിലുണ്ടാകും. കാലുവേദന വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നടുവേദന ഇതൊക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിലപ്പെട്ട സ്വർണ്ണാഭരണങ്ങളോ മറ്റെന്തെങ്കിലും രേഖകളൊക്കെ യാത്രയിൽ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തസ്കരമേ ഉണ്ടാകാതിരിക്കാൻ അതായത് മോഷണം പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ വിഷ്ണുപ്രീതി വരുത്തുക. ശ്രീകൃഷ്ണൻ്റെ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ അമ്പലങ്ങളിൽ പോവുക. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോവുക അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെങ്കിൽ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ മേനിത്തുലാ പായസം വളരെ പ്രധാനമാണ്. വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് മേനിത്തുലാ പായസം. എല്ലാ ക്ഷേത്രങ്ങളിലും അതില്ല. പ്രത്യേകിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് ആണ്. ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യമാണ് മേനിത്തുലാ പായസം. അത് കഴിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. എല്ലാ മാസത്തിലും ജന്മനക്ഷത്ര ദിവസം തോറും ഈ ഏഴരശ്ശിനി തീരുന്നവരെ ജന്മനക്ഷത്രത്തിൽ മാസം തോറും അത് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും. അതുപോലെ പാൽപ്പായസവും വളരെ പ്രിയപ്പെട്ടതാണ്. പാൽപ്പായസം കഴിപ്പിക്കുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും. ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടി ഈ ആഴ്ചത്തെ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം
ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിഷാലയം, മണക്കാട് PO, തിരുവനന്തപുരം 9.